ഞാൻ ആദ്യം കൃഷ്ണനെ മാത്രമേ വിശ്വസിച്ചിരുന്നുള്ളൂ. എനിക്ക് കൃഷ്ണനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവർ ദേവപ്രശ്നം വെച്ചപ്പം അവിടെ കൃഷ്ണൻ്റെ സാന്നിധ്യമുണ്ട്. കുഴിച്ചിട്ടിട്ട് തിരിഞ്ഞു നോക്കിയപ്പം ഇവർ നിൽക്കുന്ന കണ്ടപ്പോഴേ ഈ അമ്മ ആ ദേവിയുടെ രൂപം കൈക്കൊണ്ടിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന ദേവിയാണ്, പാതാള ദുർഗ എന്നും പറഞ്ഞൊരു ദേവി ഉണ്ട് എന്നുള്ളത് ഞാൻ അന്ന് അറിയുന്നത്. റേക്കി മാസ്റ്റർ എന്ന നിലയിൽ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. മൂകാംബിക ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അനുഭവങ്ങൾ ഒന്ന് പങ്കുവെക്കാം. തീർച്ചയായിട്ടും പറയാം. അതായത് ഞാൻ ഈ റേക്കി ഹീലിങ്ങിൻ്റെ തിരക്കുകളാണല്ലോ. അപ്പം നിരന്തരം ഹീൽ ചെയ്തുകൊണ്ടിരിക്കുക, നമുക്ക് ക്ലാസ് എടുക്കുക, നമ്മുടെ ദൗത്യങ്ങൾ മാത്രം എന്നുള്ള ഒരു സെൽഫ് ഫോക്കസ്ഡ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കേരളത്തിലുടനീളം എൻ്റെ ഒരു യാത്ര ഉണ്ടായിരുന്നു. അതായത് റേക്കി സ്റ്റുഡൻസിനെ മീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് എൻ്റെ കേരള പര്യടനം എന്നും പറഞ്ഞ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ജില്ലകളിലുള്ള എൻ്റെ റേക്കി സ്റ്റുഡൻസിനെ മീറ്റ് ചെയ്യുക എന്നുള്ളൊരു പർപ്പസ്. എല്ലാവർക്കും എന്നെ കാണണമെന്നുള്ള വലിയ ആഗ്രഹം. ഞാൻ യൂട്യൂബിലൂടെയും പിന്നെ ഈ ഗൂഗിൾ മീറ്റ് ലിങ്കിലൂടെ എല്ലാം എന്നെ കാണുന്നുള്ളൂ. അപ്പോൾ അവർക്ക് നേരിട്ടൊന്ന് ടീച്ചറിനെ കാണണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാനങ്ങനെ പോയിരുന്നത്. അപ്പോൾ എനിക്കത് പക്ഷേ ആ ടൈമിൽ ഞാൻ കുറേ പേർക്ക് ഡയറക്റ്റ് ഹീലിംഗ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്രയും പേർക്കല്ലാതെ ബാക്കിയുള്ളവർക്ക് അത് കിട്ടുന്നില്ലായിരുന്നല്ലോ. അപ്പോൾ അവർക്കൊക്കെ വിഷമമായതുകൊണ്ട്, കാരണം കുറേ പേര് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട് ആ ടൈമിൽ, നാട്ടിലില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി ആ ഒരു പര്യടനം വല്ലപ്പോഴും മാത്രം ചെയ്താൽ മതി, ഇപ്പോൾ വർഷത്തിലൊരിക്കലോ അല്ലാതെ നിരന്തരം ഇങ്ങനെ പോകണ്ട എന്നുള്ള ഒരു രീതിയിൽ ഇതിൽ മാത്രം ഫോക്കസ്ഡ് ആയിട്ട്, കാരണം ഹീലിങ്ങിൻ്റെ തിരക്കങ്ങ് കൂടി അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയത്തി, എൻ്റെ പേര് ബിജി എന്നാണ്, പുള്ളിക്കാരി ഭയങ്കര ഭക്തയാണ്, ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലൊക്കെ വളരെ സജീവ പ്രവർത്തകയൊക്കെയാണ് ആൾ. അപ്പോൾ അവർ വിദേശത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവർ നാട്ടിൽ വന്ന സമയം അപ്പോഴെന്നോട് പറഞ്ഞു, ഞാൻ മൂകാംബിക, എൻ്റെ ഹസ്ബൻഡ് ഒരു മൂകാംബിക ഭക്തനാണ്. അപ്പോൾ പലതവണ പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അനുഭവങ്ങളിലൂടെ മാത്രമേ ഞാനൊരു കാര്യം വിശ്വസിക്കത്തുള്ളൂ. ഞാൻ ആദ്യം കൃഷ്ണനെ മാത്രമേ വിശ്വസിച്ചിരുന്നുള്ളൂ. എനിക്ക് കൃഷ്ണനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. എനിക്ക് വേറെ ഒരു ദൈവങ്ങളും ഞാൻ അത് തൊടുത്തു പോലും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ അനുഭവത്തിലൂടെ മാത്രം ഞാൻ ആ ഒരു ഇത് ചെയ്യുക. കൃഷ്ണനെ വിശ്വസിച്ചത്, കൃഷ്ണനെ ഞാൻ നേരിട്ട് കണ്ടു. എൻ്റെ സ്വപ്നങ്ങളിലൊക്കെ ഈ ഗോപികമാരും വൃന്ദാവനും, അപ്പോൾ അത് റിയൽ ആണെന്ന് വിശ്വസിച്ചു. പിന്നീട് ഈ അടുത്തൊരു കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, സായി കുടുംബത്തിൽ ശ്രീ ആനന്ദ ഗുരു എന്ന് പറഞ്ഞ അദ്ദേഹമാണ്, ഒരു ത്രികാല ജ്ഞാനിയും കൂടാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹമാണ് ഇങ്ങനെ നീ കൃഷ്ണഭക്ത ആയിരുന്നു, അപ്പോൾ നീ 3 വയസ്സിൽ കൃഷ്ണനെ കണ്ടു എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആ ജ്ഞാനത്തിലാണ്, ആ ത്രികാല ജ്ഞാനം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് മൂകാംബിക ക്ഷേത്രത്തിലേക്ക്. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ഈ മൂകാംബികയിൽ പോകാനുള്ള സാഹചര്യം, അപ്പം നേരത്തെ ഞാൻ പോയിട്ടുണ്ട്, എൻ്റെ ഹസ്ബൻഡുമായിട്ട് പോയിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാനിങ്ങനെ ബ്ലാങ്കായിട്ട് വെറുതെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് പതിവ്. മൂകാംബികയിലാണെങ്കിലും ഇപ്പോൾ ഗുരുവായൂരപ്പനെ ആണെങ്കിലും എല്ലാവർക്കും ഭയങ്കര വിശ്വാസമാണല്ലോ. അപ്പോഴേ നമ്മളിങ്ങനെ ചെല്ലുമ്പോഴേ എനിക്ക് ആ ഫീലിംഗ് കിട്ടിയില്ലേ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കത്തേ ഉള്ളൂ. ഞാൻ ഈവൻ നാഗദൈവങ്ങളെപ്പോലും തൊഴത്തില്ലായിരുന്നു. ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നടന്നങ്ങ് പോവുക, ഇത്രയേ ഉള്ളായിരുന്നു. എൻ്റെ അനുഭവങ്ങളിലൂടെയാണ്. നാഗദൈവങ്ങളും എന്നോട് ഈ സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, അത് അശരീരിയായിട്ടാണ്. അത് ആ സ്ഥാനത്തൊരു പ്രസൻസ് ഉണ്ട് ഒരു സ്ഥലത്ത് എന്നുള്ളത് എന്നോട് പറഞ്ഞു. അവർക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ വീട്ടുകാരോട് പറയാം, ഞാനൊരു വീട്ടിൽ ചെന്ന് താമസപ്പോഴാണ്, അപ്പോഴാണ് അവിടെ ഇതുണ്ടായിരുന്നു എന്ന് തന്നെ ഞാനും അറിയുന്നത്. പിന്നീട് അവർ ആ അമ്പലമൊക്കെ പുനരുദ്ധരിച്ച് അവർക്ക് ഒരുപാട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നേരിട്ടതാണ്. കാരണം ആ കാവും അമ്പലവും ഒന്നും അവർ നോക്കാതിട്ടിരുന്നതാണ്, വൃത്തിയാക്കാതെയൊക്കെ. ഞാനിത് പറഞ്ഞതിന് ശേഷം അവർ ദേവപ്രശ്നം വെച്ച് നോക്കിയപ്പോൾ കറക്റ്റായിരുന്നു. അങ്ങനെ അവർ ആ അമ്പലം നല്ല രീതിയിലാക്കി, അവരുടെ ആ പ്രശ്നങ്ങളൊക്കെ മാറി. അപ്പോൾ ഇങ്ങനെയുള്ള ചില സ്വപ്ന ദർശനങ്ങൾ പോലെയുള്ള അശരീരി പോലെയാണ് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വെച്ചോ എനിക്ക് അവിടെ ഒരു കുടുംബകാവുണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ. ആ കുടുംബകാവിൽ കൃഷ്ണൻ്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ള സ്വപ്നത്തിലൂടെ കാണുവാണ്. കൃഷ്ണൻ വന്ന് അവിടുത്തെ ആലിലിരിക്കുന്നത്. അപ്പം ഞാനത് അവിടെ കാവിൽ ഞാൻ ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവർ ദേവപ്രശ്നം വെച്ചപ്പം അവിടെ കൃഷ്ണൻ്റെ സാന്നിധ്യമുണ്ട്.
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. എൻ്റെ അടുത്ത് നമ്മുടെ വീട്ടിലും അതിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. ഈ നാഗദൈവങ്ങൾ ഒരിക്കൽ പറഞ്ഞു, കാരണം ഇതിന് വിളക്കൊന്നും ഞാൻ കൊളുത്താറില്ല, ഞങ്ങൾക്ക് ഇവിടെ നിന്നൊന്നും കിട്ടുന്നില്ല, ഞങ്ങൾ പോവുകയാണെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ദൈവികമായിട്ട് കൂടുതൽ നമുക്ക് സോൾസിനേക്കാൾ കൂടുതൽ ദൈവങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷനാണ് എനിക്ക് കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഓരോരുത്തർക്ക് ഇങ്ങനെ സോൾസിൻ്റെ പ്രസൻസ് ഒത്തിരി വരുമെന്ന് പറയുമല്ലോ. അപ്പോൾ എനിക്കൊരു ദേവീക്ഷേത്രമായിട്ടും അങ്ങനെ ഒരു സ്വപ്നമുണ്ടായി. എൻ്റെ അമ്മ മരണപ്പെട്ട്, അമ്മയുടെ കുടുംബക്ഷേത്രമല്ല, അമ്മ ആരാധിച്ചിരുന്നൊരു ദേവിയുണ്ട്, പെറ്റ അമ്മയെ പോലെ. ആ ദേവിയിൽ ലയിച്ചിട്ട് അവിടെ പാൽപ്പായസം നടത്തണം എന്ന് പറഞ്ഞിട്ട് അമ്മ ആ ക്ഷേത്രത്തിൻ്റെ കഥ അതിലൂടെ കാണിച്ചു തരുക സ്വപ്നത്തിലൂടെ. അങ്ങനെയാണോ ആ ക്ഷേത്രം എന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. എനിക്കറിയാവുന്ന ദുർഗ, ഭദ്രകാളി, ഈ 2 ദേവിമാരെയാണ് അറിയാവുന്നത്. ലക്ഷ്മിയുണ്ട്, പക്ഷേ പാതാള ദുർഗ എന്നും പറഞ്ഞൊരു ദേവി ഉണ്ട് എന്നുള്ളത് ഞാൻ അന്ന് അറിയുന്നത്. അടിയിൽ ജലമിട്ടിട്ട് വെച്ച വിഗ്രഹമാണ് അതെന്നൊക്കെ ഉള്ളത് അതിലൂടെ കാണിച്ചു തരും അമ്മ അതിൽ ലയിച്ച് കഴിഞ്ഞിട്ട് ആ ജലത്തിൽ നിന്ന് പൊങ്ങി വരുന്നതായിട്ടാണ് കാണുന്നത് തന്നെ. അപ്പോൾ ഈ ഐതിഹ്യം തേടി പിന്നെ യാത്രയായി കഴിഞ്ഞപ്പോഴേ ആർക്കും അറിയത്തില്ല, ആ ഇല്ലക്കാർക്ക് പോലും അറിയത്തില്ല. പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോഴേ ഞാനീ പറഞ്ഞ ഈ ഹസ്ബൻഡിൻ്റെ അനിയത്തി എന്ന് പറഞ്ഞില്ലേ, പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിൻ്റെ കുടുംബം ഇതാണ്, കുടുംബക്ഷേത്രം ഇതാണെന്നും പറഞ്ഞ് എന്നെ അവിടേക്ക് വിളിച്ചുകൊണ്ട് പോയി. അപ്പോഴാണ് അവിടെ നിന്നൊരു തിരുമേനിയിൽ നിന്ന് ഈ സത്യം ഞാൻ അറിയുന്നത്. ഞാൻ കണ്ട സ്വപ്നം അത് സത്യമായിരുന്നു എന്ന്. ഇത് ഞാൻ ആദ്യം അന്വേഷിച്ച് ചെന്നപ്പോഴേ ആ ക്ഷേത്ര പരിസരത്ത് തന്നെ ഒരു സെറ്റ് മുണ്ട് കൊടുത്ത ഒരമ്മ യക്ഷിക്കാവിൽ നിന്ന് ആ ഭാഗത്ത് നീങ്ങി നടന്നു വന്നപ്പോൾ ഇവിടെ ഏത് ദേവിയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ദുർഗയാ മോളെ എന്ന് പറഞ്ഞു. ആ ശരി അമ്മയെന്ന് പറഞ്ഞു. അതിൽ കൂടുതൽ എനിക്കതൊന്നും അറിയത്തില്ല, അതിൻ്റെ കഥകളൊന്നും. പിന്നീട് ആ മോക്ക് ഇതിൻ്റെ ഐതിഹ്യം അറിയത്തില്ലേ എന്നും പറഞ്ഞ് ഈ അമ്മ എന്നെ വിളിച്ചു നിർത്തിയാണ് ഈ കഥ പറയുന്നത്. ഇതിൻ്റെ അടിയിൽ ജലമിട്ടിട്ട് ഈ വിഗ്രഹം വെച്ചിരിക്കുന്നൊരു രഹസ്യം ഈ അമ്മ ഒരു ഇല്ലത്ത് ദേവിയല്ല, ഒരു മനുഷ്യ സ്ത്രീയായിട്ട് വന്ന് ഒരു അഭയം പോലെ വന്നിട്ട് ഈ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഈ അമ്മ കഴിക്കുന്നില്ല, ഈ ഭക്ഷണം കൊണ്ട് പുറത്തേക്ക് പോകുന്ന കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിന് കാരണമെന്ന് എല്ലാ ദിവസവും ഇവർ ഭക്ഷണം കഴിക്കുന്നതായിട്ട് കാണുന്നില്ല. ഇവർ ചെക്ക് ചെയ്യാൻ പുറകിന് അനുഗമിച്ചു. അപ്പോഴാണ് അവിടെയുള്ള ഒരു കുളത്തിൽ ഈ ഭക്ഷണം കുഴിച്ചിട്ടിട്ട് തിരിഞ്ഞു നോക്കിയപ്പം ഇവർ നിൽക്കുന്ന കണ്ടപ്പോൾ ഈ അമ്മ ആ ദേവിയുടെ രൂപം കൈക്കൊണ്ടിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന ദേവിയാണ്, എനിക്കിവിടെ ക്ഷേത്രം പണിയണം. അപ്പോൾ അതേ കുളം ആണ് ആ ക്ഷേത്രത്തിൽ ഉള്ളത്. അത് വള്ളിക്കാവ് അമ്പലം എന്ന് പറയും. വള്ളിക്കാവ് ആ പ്രധാന ജംഗ്ഷനിൽ തന്നെ കാണുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പം മൂകാംബികയിൽ എനിക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ എന്താണ് തൊട്ടടുത്ത് പോയതുപോലെ കുംഭമേളയ്ക്ക് പോയപ്പോഴുണ്ടായിരുന്ന ഒരു അനുഭവമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര എനർജറ്റിക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നേരത്തെ പോയിട്ടുണ്ടായിരുന്നെങ്കിലും അതെ. അപ്പോൾ എനിക്ക് നേരത്തെ ആ വിശ്വാസം വരാഞ്ഞത് എനിക്ക് അനുഭവങ്ങളൊന്നും പ്രത്യേകിച്ച് വന്നില്ല. ഹസ്ബൻഡിനുണ്ടായിരുന്നു. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെന്നിട്ട് സാധാരണ എനിക്ക് ഭയങ്കര ടയേർഡാവും, ഹീലിംഗ് ഒക്കെ ചെയ്ത് ഞാൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേ എനിക്ക് റെഡി ആകത്തുള്ളൂ. പക്ഷേ ഇത് രാത്രിയും പകലും ഒരേപോലെ ഞാൻ ഉണർന്നിരിക്കുക. മൂകാംബിയെ ചെന്നിട്ട് അവിടെ താമസിച്ച 2 ദിവസവും എനർജി വന്ന് നിറഞ്ഞിട്ട് എനിക്ക് ഉറക്കവേ ഇല്ല. അപ്പം എൻ്റെ അനിയത്തിക്ക് ഞാൻ ഉണർന്നിരിക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഉറങ്ങാൻ. ഞാൻ എഴുന്നേറ്റിരിക്കുക, എത്ര നേരം എന്ന് പറഞ്ഞ് നമ്മൾ കിടക്കും. എനിക്ക് എനർജി വന്ന് നിറഞ്ഞിട്ടാണ്. അപ്പോൾ ആ എനർജി, ഈ ദേവിയുടെ പവർ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അതാണ് എൻ്റെ മറക്കാനാവാത്തൊരനുഭവം. ആ ജലാശയത്തിൽ എത്ര നേരം സൗവർണികയിൽ കിടന്നെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഈ പ്രകൃതിയിൽ, ഈ പ്രപഞ്ചത്തിൽ തന്നെ ദേവി ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ആ ക്ഷേത്രത്തിൽ ഉള്ളിൽ തന്നെ അല്ല എന്നുള്ളത്. പക്ഷെ അവിടെ ചെന്നപ്പോഴും ആരുടെ ഒരു റിക്വസ്റ്റോ ഒന്നും, ഞാനിതിനിടയ്ക്ക് ഒരു ചിത്രകാരനെ പരിചയപ്പെട്ടിരുന്നു. അവിടെ ദേവിയെ നേരിട്ട് കണ്ട് വരച്ച അനുഭവങ്ങൾ പറഞ്ഞ ഒരു ചിത്രകാരൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞായിരുന്നു, എനിക്ക് അവിടെ വേണ്ടതെല്ലാം ചെയ്തു തരാം, അവിടുത്തെ അടികളും ഒക്കെ ആയിട്ട് ബന്ധമുണ്ട്, ആ പൂജാരിയെ കൊണ്ട് ദർശനത്തിനായിട്ട് എളുപ്പത്തിൽ ചെയ്തു തരാമെന്നൊക്കെ. അതിൻ്റെ ഒന്നും ആവശ്യം വേണ്ടി വന്നില്ല. ആ തിരുമേനി തന്നെ ഇറങ്ങി വന്നിട്ട് അവിടുത്തെ പരികർമ്മിയായിട്ട് വന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എന്നെ വിളിച്ച് നിർത്തും. എനിക്കത് അത്ഭുതമായിട്ട് തോന്നി. അപ്പോൾ ഓരോ തവണയും ആ പ്രസാദം കൊണ്ടുവന്ന് കുറച്ച് പൂക്കളായിരുന്നു, മുല്ലപ്പൂക്കളായിരുന്നു ഒരു പ്രാവശ്യം, കുറച്ച് സിന്ദൂരം. എനിക്ക് ഒരാൾക്ക് മാത്രം, അവിടെ പരന്നൊഴിവാണ് ജനങ്ങൾ, നിൽക്കാനിടവില്ല.
അപ്പം ഫ്രണ്ടിലോട്ട് കയറുന്നില്ലെന്ന് ആ പരികർമ്മിയും പറയുന്നുണ്ട്. അപ്പോൾ ആ തിരുമേനിയും ഇങ്ങനെ തല ഉലുക്കും. അപ്പോൾ എനിക്കതൊരു അവിശ്വസനീയമായിട്ട് തോന്നിയത് എന്തുകൊണ്ടാണ്, നമ്മളാരും പരിചയപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഈ മുല്ലപ്പൂവും ഒരു ശിവൻ്റെ അമ്പലത്തിൽ പൂജിച്ചപ്പം മുല്ലപ്പൂ തന്ന്, പിന്നെ സിന്ദൂരം അടുത്ത കോവിലിൽ വന്നപ്പോൾ സിന്ദൂരം ഇങ്ങനെ തന്നുകൊണ്ടിരുന്നു. 2-3 പ്രാവശ്യം എനിക്ക് പ്രസാദം എനിക്ക് മാത്രമേ തരുന്നുള്ളൂ, അകത്തുനിന്ന് കൊണ്ടുവന്ന് ഇങ്ങനെ തരുവാണ്. അപ്പോൾ എനിക്കതൊരു അത്ഭുതമായിട്ട് തോന്നി, ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ എനിക്ക് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങ് പോയതായിരുന്നു. അവിടെ ഈ ഉടുപ്പിയിലും കൂടെ ഒക്കെ പോകണമല്ലോ, പിന്നെ മറ്റേ ശിവൻ്റെ അമ്പലം ഉണ്ടല്ലോ, അവിടെയും തൊഴുതിട്ട് അങ്ങ് പോകാനായിട്ട് ഇരുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പേരുകൾ പെട്ടെന്ന് മനസ്സിൽ നിന്ന് വിട്ടുപോകുന്നു. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചു, അമ്മയെ എനിക്ക് ഒന്നുകൂടെ കാണണം എന്നൊരു ആഗ്രഹം തോന്നി. ആദ്യമായിട്ടാണ് വീണ്ടും വന്നപ്പോഴാണ് ഈ അനുഭവം വരുന്നത്. അപ്പോൾ ഇത് ദേവി ഇതൊക്കെ തരാൻ വേണ്ടി എന്നെ വിളിച്ചതാണോ എന്നുള്ളൊരു അനുഭവം തോന്നി. അതായിരുന്നു ഇത്രയും ഒരു അത്ഭുതകരമായ അനുഭവം അവിടെ ഉണ്ടായിട്ടുള്ളത്.